കലിപ്പ് മാഷിൻ്റെ തെമ്മാടിപ്പെണ്ണ്. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസന്ത്. അമലും ലെനയും വീട്ടിൽ കയറി. ഹാളിൽ ടോമി ഇരിക്കുന്നത് കണ്ടു. അമലും ലെനയും സംശയത്തോടെ വന്നു. അല്ല, ആരാ ഇത്? എൻ്റെ അളിയനോ? സുഖമല്ലേ അളിയ? അമൽ ഇരുത്തി ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് വന്നു. വന്നല്ലേ പറ്റൂ, ആവശ്യം എൻ്റെ ആയിപ്പോയല്ലോ, ടോമി ഗൗരവത്തിൽ പറഞ്ഞു. എന്താണാവോ ആവശ്യം? പുച്ഛത്തോടെ അമൽ ചോദിച്ചു. അല്ല, നീ തനി അമ്പലവാസി ആയല്ലേടി? കഷ്ടം. പുച്ഛം കലർന്ന സംസാരമായിരുന്നു ടോമി. ലെന ഒന്നും മിണ്ടാതെ നോക്കി. അതെ അളിയ, ഇതെൻ്റെ വീട്, ഇവൾ എൻ്റെ പെണ്ണ്, നീ ഇവളെ ചൊറിയണ്ട, എന്താണേലും പറയാനുള്ളത് പറഞ്ഞിട്ട് പോവുക, അമൽ ഗൗരവത്തിൽ പറഞ്ഞു. ഈ പേപ്പറിൽ ഒപ്പിടണം, അതിന് വന്നതാ, ടോമി പറഞ്ഞുകൊണ്ട് പത്രത്തിനെ നീട്ടി. അമൽ അത് മേടിച്ച് വായിച്ചു. അമൽ പുച്ഛത്തോടെ ടോമിയെ നോക്കി ചിരിച്ചു. ലെന സംശയത്തോടെ അമലിനെ നോക്കി. ചത്തുപോയവളുടെ ഒപ്പ് എന്തിനാടോ? കഷ്ടം, സ്വത്ത്, അതായിരുന്നു നിന്റെ മനസ്സിൽ. ഒന്നിനെ കൊന്നു, ഇനി മറ്റൊരു പാവം ആ വീട്ടിലുണ്ട്, ഇനി അതിനെയും കൊല്ലി, എന്നിട്ട് എല്ലായിടത്തും തിന്നോ? പക്ഷെ മോനെ അളിയ, എൻ്റെ പെണ്ണ് ഇതിലൊപ്പിടില്ല, അമൽ പറഞ്ഞുകൊണ്ട് പത്രം അവൻ്റെ നേർക്ക് നീട്ടി. അത് താനാണോ പറയേണ്ടത്? ടോമി പറഞ്ഞുകൊണ്ട് ലെനയുടെ അടുത്ത് വന്നു. നിനക്കിനി എന്നാത്തിനാടി ആ സ്വത്ത്? നീ ചത്തതല്ലേ, ഇട്, അഹങ്കാരത്തോടെ പത്രത്തിനെ നീട്ടിക്കൊണ്ട് ടോമി പറഞ്ഞു. ലെന പുച്ഛത്തോടെ പത്രത്തിനെ മേടിച്ച് എല്ലാവരും നോക്കി ചിരിയോടെ ആ പത്രത്തിനെ കയറി. ഇത് കാണുന്ന അമൽ ചിരിച്ചു. പന്നക്കാ മോളെ, ടോമി ദേഷ്യത്തിൽ ലെനയുടെ തലമുടിയിൽ പിടിച്ചു. ഇത് ശരിയല്ല, അമൽ പറഞ്ഞുകൊണ്ട് ടോമിയുടെ കവിളിലടിച്ചു. ടോമി ഞെട്ടലോടെ അവളിൽ നിന്ന് പിടിവിട്ടു. ഗായത്രി ഓടിച്ചെന്ന് ലെനയെ പിടിച്ചു മാറ്റി. ലെന വേദന കലർന്ന പുഞ്ചിരി തൂകി. എൻ്റെ പെണ്ണിനെ എൻ്റെ മുന്നിലിട്ട് അടിക്കുന്നത് കണ്ടു നിൽക്കാൻ ഞാൻ കോന്തൻ സക്കരയുടെ മോനല്ല കേട്ടോടാ പന്നമോനെ, അമൽ പറഞ്ഞുകൊണ്ട് ടോമിയുടെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി. ലെന വേദനയുടെ കണ്ണുകളടച്ചു. ലെനയുടെ മുന്നിൽ ടോമി അവളെ ചേർത്ത് പിടിക്കുന്നത് തെളിഞ്ഞു. ലെനയുടെ ഹൃദയം വിങ്ങി. വയ്ക്കോണം എൻ്റെ മുന്നിൽ നിന്ന്, അവൾ ഒപ്പിടില്ല, മേലാൽ അവളെ ചൊറിയാൻ വന്നാൽ പന്നമോനെ കൊന്നുകളയും, അമൽ വേദോർമ്മയാണ് പറയുന്നത്, അമൽ കൈകൾ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവനെ വലിച്ച് പുറത്താക്കി. എടുത്തോളാം നിന്നെയും നിന്റെ മറ്റവളെയും, ടോമി മൂത്തുവടിയുന്ന രക്തം തുടച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പോയി. ലെന ഒന്നും മിണ്ടതെ തൻ്റെ മുറിയിൽ പോയി. മോനി, ഗായത്രി ഇടർച്ചോടെ വിളിച്ചു. അമൽ ഒരു ചെറുപുഞ്ചിരി കൊടുത്തുകൊണ്ടുപോയി. കട്ടിലിൽ കമിഴ്ന്നിടുന്ന കരയുന്നു ലെന. അമൽ അവളുടെ അടുത്ത് വന്നിരുന്നു. ലെനു, അമൽ മെല്ലെ വിളിച്ചു. ലെന ഒന്നും മിണ്ടാതെ കമിഴ്ന്നു കിടന്നു. കരയുവാണോ? അമൽ മെല്ലെ ചോദിച്ചു. കരയാൻ പഠിപ്പിച്ചത് ഇയാളല്ലയോ? തിരിഞ്ഞു നോക്കാതെ ലെന മറുപടി കൊടുത്തു. ദേഷ്യമാണോ എന്നോട്? അമൽ പിന്നെയും ചോദിച്ചു. ലെന ഒന്നും മിണ്ടാതെ കവിഴ്ന്നു കിടന്നു. അമൽ അവളുടെ അടുത്ത് ചേർന്ന് കിടന്ന് അവളുടെ അരക്കെട്ടിലൂടെ തൻ്റെ കൈ വധിച്ചു. അവളുടെ കാതിൻ്റെ അരികിൽ അവൻ്റെ മുഖം വരുന്നത് ലെന ഉണർന്നു. ലെന അപ്പോഴും അനങ്ങാതെ കിടന്നു. ലെനു, അമൽ മെല്ലെ കാതിൽ വിളിച്ചു. അവൻ്റെ ചുടുശ്വാസം അവളിൽ ഇക്കിളി ഉണർത്തി. ലെന മെല്ലെ തലതിരിച്ചു. ലെനു, അമൽ മെല്ലെ വിളിച്ചു. ചെറുമൂളൽ ലെന കൊടുത്തു. ആരൊക്കെ പോയാലും നീ എൻ്റെ പെണ്ണാ, ഞാൻ കാണും എൻ്റെ മരണം വരെ, നിന്റെ ഒപ്പം നിനക്ക് താങ്ങായി. നീ എൻ്റെ പ്രണയിനിയല്ല, എൻ്റെ പാതിയാണ്. നിന്റെ കണ്ണുകൾ ഏറിനണിഞ്ഞാൽ എൻ്റെ കണ്ണുകളും ഏറിനണിയും. നീ കരയരുത്, നിന്റെ കണ്ണുനീരിന് പോലും വിലയുള്ളതാ, അത് ഇവനെപ്പോലുള്ളവർക്ക് വേണ്ടി കരഞ്ഞു തീർക്കേണ്ടതല്ല, കാരണം അവന് നിന്റെ കണ്ണുനീർ വെറും വെള്ളം മാത്രമാണ്. അമൽ പറഞ്ഞുകൊണ്ട് അവളുടെ ചെവിയുടെ താഴെ ചെറു ചുംബനം കൊടുത്തു.
തോപ്പിൽ തറവാട്ടിൽ. എന്നാടാ, അടികിട്ടിയ പാടാണല്ലോ. സക്കറെ അടുത്തൊന്ന് ടോമിയെ നോക്കി ചോദിച്ചു. അതോ, ആ പന്നമോൻ അമൽ എന്നെ തല്ലി, ദേഷ്യത്തിൽ ടോമി പറഞ്ഞു. എന്നത്തിന്? സംശയത്തോടെ സക്കറെ ചോദിച്ചു. അവന് നമ്മുടെ സ്വത്ത് വേണമെന്ന്. അതിന് എന്നെ കൊന്നാൽ എൻ്റെ പങ്കൂടെ കിട്ടുമല്ലോ, അതിനാ, ടോമി പറഞ്ഞു നിർത്തി. ഒരു തരി മണ്ണ് പോലും ആ പന്നമോൾക്കില്ല. നാളെ തന്നെ വക്കീലിനെ കാണണം, ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് സക്കറിയ മുറിയിൽ പോയി. ടോമി രൂക്ഷമായി നോക്കി ചിരിച്ചു. കള്ളങ്ങൾ കൊണ്ട് കൊട്ടാരം മെനയുമ്പോൾ മോനെ ടോമി, ചീട്ടുകൊട്ടാരം പോലെ തകരൊരിക്കൽ, അത് ഓർമ്മ വെച്ചോ, അന്നമ്മച്ചി ടോമിയുടെ അടുത്തുനിന്ന് ദേഷ്യത്തിൽ പറഞ്ഞു. ടോമി ഒന്നും മിണ്ടാതെ തന്റെ മുറിയിൽ പോയി. വേദോർമ്മയുടെ വീട്ടിൽ. വേദോർമ്മ എല്ലാരെയും ഹാളിൽ വരാൻ പറഞ്ഞു. തലയും ചൊറിഞ്ഞുകൊണ്ട് ലെനയും വന്നു. തറവാട്ടിൽ ഉത്സവം, അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോകണം. പുതിയ ആളുകൾക്ക് ആ തറവാട്ടിലുള്ള അടുക്കും ചിട്ടയും പഠിപ്പിച്ചു കൊടുക്കുക. ലെനയെ ഇരുത്തി നോക്കിക്കൊണ്ട് അമലിനോട് വേദോർമ്മ പറഞ്ഞു. ഓ പിന്നെ, വികാരിയച്ഛൻ വിചാരിച്ചിട്ട് നടന്നില്ല, അപ്പോഴാ ഈ കാട്ടുപോത്ത്. ഊറിച്ചിരിച്ചോണ്ട് ലെന അമലിനെ നോക്കി. പോടി, അമൽ മെല്ലെ പറഞ്ഞു. ലെന അടുക്കളയിൽ കയറി. ഇതാണോ ആന്റി അടുക്കള? ചിരിയോടെ ലെന ചോദിച്ചു. കണ്ടോ വൈക, ഇന്ന് ഈ അടുക്കള എൻ്റെ മോള് കാണുന്നത്, ചിരിയോടെ ഗായത്രി പറഞ്ഞു. അവിടെ അമ്മച്ചി എല്ലാം ഉണ്ടാക്കി വെച്ച് തരും, ലെന പറഞ്ഞുകൊണ്ട് ഗായത്രിയുടെ അടുത്ത് വന്നു. മോൾക്ക് എന്താണ് ഈ അമ്മ ഉണ്ടാക്കി തരേണ്ടത്? ചിരിയോടെ ഗായത്രി ചോദിച്ചു. ചിക്കൻ ഉണ്ടാക്കി തരുമോ? കൊതിയാകുക, ലെന പറഞ്ഞതും. അമ്മായി, മാംസം ഉണ്ടാക്കാൻ കൊച്ചു പറയുന്നു, ഇവിടെ ഇല്ലാത്ത ശീലമൊക്കെ കൊച്ചു പറയുന്നല്ലോ, പുച്ഛത്തോടെ വൈക പറഞ്ഞു. അല്ലെങ്കിൽ ആന്റി വേണ്ട, കൊതി കൊണ്ടാ, ചമ്മലോടെ ലെന പറഞ്ഞു. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കിത്തരാം, ഗായത്രി പറഞ്ഞു. അമ്മായി, ദേഷ്യത്തിൽ വൈക വിളിച്ചു. നീ ചുമ്മാതിരിക്കേ, എൻ്റെ മോൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാതെ വേറെ ആരാ ഉണ്ടാക്കി കൊടുക്കുക? മോൾക്ക് ഞാൻ ഉണ്ടാക്കി തരാട്ടോ, വാത്സല്യത്തോടെ ലെനയുടെ കവിളിത്തലോടിക്കൊണ്ട് ഗായത്രി പറഞ്ഞു. താങ്ക്സ് ആന്റി, ലെന ഗായത്രിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് ഓടി. വാതിലിന്റെ അടുത്ത് കൈകെട്ടി ചിരിയോടെ നിൽക്കുന്ന അമലിനെ ലെന കണ്ടു. പോട കാട്ടുപോത്തേ, അമലിനെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് ലെന ഓടി. ഹ, ഈ പെണ്ണ്, അമൽ പറഞ്ഞുകൊണ്ട് ഗായത്രിയുടെ അടുത്തൊന്ന് കെട്ടിപ്പിടിച്ചു. എന്റെ മോൻ ഹാപ്പിയാണോ? അമലിന്റെ കവിളിത്തലോടിക്കൊണ്ട് ഗായത്രി ചോദിച്ചു. ഹാപ്പിയാമി, ഒരു പുതിയ ഒരു ഫീൽ. അവളുടെ കുറുമ്പും അവളുടെ ചിരിയും കുസൃതിയും കാണുമ്പോൾ എനിക്കെന്തോ ഒരു ഫീൽ. എനിക്ക് ഇതെന്നും വേണോ നീ? അമൽ സന്തോഷം കൊണ്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രണയം, ഞാൻ പ്രണയിച്ചത് ഒന്നുമല്ലേ? എൻ്റെ പ്രണയം എത്ര പെട്ടെന്നാ നിങ്ങൾ മറന്നത്? വൈകയുടെ പൊട്ടിത്തെറിയിൽ രണ്ടുപേരും അമ്പരന്നു. അത് നീയായിട്ട് എന്നെ കളഞ്ഞു പിടിച്ചു. ഇനി അത് അടഞ്ഞ അധ്യായമാണ്, ഇനി തുറക്കില്ലൊരിക്കലും, അമൽ വൈകയെ നോക്കി പറഞ്ഞു. നോക്കാം, നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി ചാർത്തും, അത് നടക്കും, വൈക പറഞ്ഞുകൊണ്ട് പോയി. എന്താ മുനി? പേടിയോടെ ഗായത്രി ചോദിച്ചു. ആ പെണ്ണിന് വട്ട്, ആ ചിക്കൻ ഉണ്ടാക്കി കൊടുക്ക്, ഞാൻ മേടിച്ചോണ്ട് വരാം, അല്ലെങ്കിൽ അത് മതി ആ പെണ്ണ് ഉറഞ്ഞുകൊള്ളാൻ, ചിരിയോടെ പറഞ്ഞുകൊണ്ട് അമൽ പോയി. ലെന ബാൽക്കണിയിൽ പോയി നിന്നു. എന്നടി, വാ നോക്കി തീർന്നില്ലേ? അമൽ ലെനയുടെ അടുത്തൊന്ന് ചോദിച്ചു. നിങ്ങളുടെ തറവാട് എവിടെ? ലെന ചോദിച്ചു. പാലക്കാട്, അടിപൊളിയാണ്. കുളക്കടവിൽ കുളിയും അമ്പലനടയിൽ ഭജനയും, അതൊരു വല്ലാത്ത ഫീലാണ് മോളെ. നീ വന്നോക്ക്, അപ്പോൾ അറിയാം. കണ്ടുണർന്നോ? ചിരിയോടെ അമൽ പറഞ്ഞു. എല്ലാവരും പോകാനിറങ്ങി. ജീൻസും ജാക്കറ്റും ഇട്ട്, കണ്ണിൽ കൂളിംഗ് ഗ്ലാസും തോളിൽ ബാഗും ഇട്ട് ചൂളമടിച്ച് എല്ലാവരുടെ അടുത്ത് വരുന്ന ലെനയെ വേദവർമ്മ അടിപിടി നോക്കി. അമലി, നമുക്ക് ബൈക്കിൽ പോവാം, അമലിനെ നോക്കി ചാവി പൊക്കി കാണിച്ചുകൊണ്ട് ലെന ചോദിച്ചു. പോവാം, അമൽ താക്കോൽ മേടിച്ചോണ്ട് പറഞ്ഞു.
ആഹാ, ഞാൻ ഓട്ടിക്കും, സാർ ബാക്കിലിരിക്കും. ലെന കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ബൈക്ക് നോക്കി നടന്നു. അമലും ചെറുപുഞ്ചിരിയോടെ അവളുടെ കൂടെ പോയി. കൃഷ്ണ, എന്തൊക്കെ കാണാൻ പോകുന്നു? വേദവർമ്മ തലയിലടിച്ചുകൊണ്ട് കാറിൽ കയറി. ലെനയുടെ പുറകിൽ അമൽ കയറി. ഡി കോപ്പേ, നീ ഇങ്ങനെ തുടങ്ങിയാൽ തറവാട്ടിൽ കേട്ടില്ലാട്ടോ, അമൽ ലെനയോട് പറഞ്ഞു. കേട്ടണ്ട, നമുക്കെന്നാ ഊട്ടിക്ക് പോയി അടിച്ചു പൊളിക്കാം. ചിരിയുടെ ലെന ബൈക്കിനെ പറത്തി. അമൽ അവളുടെ പുറകെ അനുസരിച്ചിരുന്നു. തറവാടെത്തി. എല്ലാവരും ഉമ്മർത്ത് വച്ചിരുന്ന വെള്ളം കൊണ്ട് കാൽ കഴുകി വെറും കാലോടെ തറവാട്ടിൽ കയറി. ലെന ബൈക്കിൽ നിന്ന് ഇതൊന്നും ചെയ്യാതെ കാലിൽ കിടന്ന ഷൂവോടെ അകത്തേറി പോകുന്നത് ഞെട്ടലോടെ എല്ലാവരും കണ്ടു. ലെനു, അമൽ ഉച്ചത്തിൽ വിളിച്ചു. ഹാളിൽ പോയ ലെന തിരിഞ്ഞ് അമലിനെ നോക്കി. ഏതവളാ ഇവൾ? ഒരു ഗാംഭീര്യ ശബ്ദം കേട്ട് ലെന തിരിഞ്ഞു നോക്കി. തുടരും.